ഗാലറി വിഷൻ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുടെ ഗസ്റ്റ് എന്ന് പറയുന്നത് 90s കിഡ്സിന്റെ ഒക്കെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളാണ്. എന്ത് ചന്തമാണ് പെണ്ണെ എന്നുള്ള പാട്ട് ആർക്കും അറിയാത്തല്ലേ? ആ പാട്ട് പാടിയ ആളാണ് ഇന്ന് നമ്മുടെ മുന്നിലിരിക്കുന്നത്, നമ്മുടെ സ്വന്തം ഹംദൻ ഹംസ. 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ ഉമ്മയാണ് എന്നെ ഫസ്റ്റ് ഒരു പാട്ട് പഠിപ്പിക്കുന്നത്. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഈ പാട്ടുകളൊക്കെ എഴുതാന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു പ്രണയം ഉണ്ടായിരിക്കണമല്ലോ. അപ്പോൾ ആ സമയത്ത് അങ്ങനെ എഴുതിയൊരു പാട്ടാണ് എന്ത് ചന്തമാണ് പെണ്ണെ നിന്റെ പുഞ്ചിരി കാണുവാൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പ്രണയം ഉണ്ടായിരുന്നോ? പ്രണയം ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ എന്ത് ചന്തമാണ് പെണ്ണെ നിന്റെ പുഞ്ചിരി കാണുവാൻ, എന്തൊരു സുന്ദരമാണ് ഇക്കയുടെ വൈഫും ഒരു പാട്ടുകാരിയാണ്. ഇക്ക എങ്ങനെയാണ് ചേച്ചിയെ കണ്ടുമുട്ടിയത്? കാരണം ഒപ്പത്തിനൊപ്പം നിൽക്കുന്നത് സംഗീതത്തില്. അയ്യോ, ഒരിക്കലും ഒപ്പത്തിനൊപ്പമല്ല. പുള്ളിക്കാരി വേറെ ലെവലാണ്. ഞാനൊരിക്കലും പാട്ട് പഠിച്ചിട്ടില്ല. അപ്പൊ 2 പ്രാവശ്യം വിളിച്ചപ്പോൾ ഞാൻ ഫോൺ എടുത്തിട്ടില്ല. പക്ഷെ പുള്ളിക്കാരി സത്യം പറഞ്ഞാൽ എന്നായിട്ട് സംസാരിക്കണം എന്ന് കരുതിയിട്ടല്ല പിന്നത്തെ കോൾസ് ചെയ്യുന്നത്. ഈ പാട്ട് കേൾക്കാം എന്നുള്ളൊരു സംഭവത്തിൽ പുള്ളിക്കാരി വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നേ. പക്ഷെ ഞാനാണത് പാടിയെന്നോ അല്ലെങ്കിൽ അതൊന്നും പുള്ളിക്കാരിക്ക് അറിയേ ചെയ്യുന്നത്. മണക്കണപ്പെട്ടൊരു മാലി കണ്ണീർ നനവാട് ഇഷ്കിൻ കിളിയെ നിന്നെ വിട്ട് പിരിഞ്ഞതിനാലാണ്. ഗാലറി വിഷൻ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുടെ ഗസ്റ്റ് എന്ന് പറയുന്നത് 90s കിഡ്സിന്റെ ഒക്കെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളാണ്. എന്ത് ചന്തമാണ് പെണ്ണെ എന്നുള്ള പാട്ട് ആർക്കും അറിയാത്തല്ലേ? ആ പാട്ട് പാടിയ ആളാണ് ഇന്ന് നമ്മുടെ മുന്നിലിരിക്കുന്നത്, നമ്മുടെ സ്വന്തം ഹംദൻ ഹംസ. ഇക്ക സ്വാഗതം. എങ്ങനെയുണ്ട് ദുബായിലെ ചൂടൊക്കെ? ദുബായിലെ ചൂടല്ലല്ലോ, ഇപ്പൊ ദുബായ് നല്ല തണുപ്പല്ലേ. ഞാനൊരു കോമഡി അടിച്ചേട്ടെ. എങ്ങനെയുണ്ട്? സുഖമായിട്ടിരിക്കുന്നോ? അടിപൊളിയായിട്ട് പോകുന്നു, സുഖമായിട്ടിരിക്കുന്നു. എന്താണ് പുതിയ വിശേഷങ്ങൾ? പുതിയ പാട്ടും ജോലിയും അങ്ങനെയൊക്കെ ആയിട്ടുള്ള വിശേഷങ്ങൾ, പിന്നെ കുടുംബം. അതെ, ഈ ഒരു പാട്ടിലേക്കുള്ള ഒരു ജേർണി എന്ന് പറയുന്ന ഒരു തുടക്കം ഉണ്ടല്ലോ, അതെങ്ങനെയായിരുന്നു? അത് 2 കൈൻഡ് ഓഫ് എനിക്ക് പറയാൻ പറ്റുന്നത്. എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ എന്നെ ഇങ്ങനെ ഒരു പ്രോഗ്രാമിലോട്ട് ക്ഷണിച്ചതിന് ഒരുപാട് നന്ദി. പ്രത്യേകിച്ച് ഗാലറി വിഷൻ ടീം മെമ്പേഴ്സിൻ്റെ അടുത്തും അതുപോലെ തന്നെ ഷറഫ് ഖാൻ്റെ അടുത്തും. ഷറഫ് ഖാനൊക്കെ ആയിട്ടുള്ള എൻ്റെ ഒരു പരിചയം എന്ന് പറയുന്നത് 2006 ഓൺവേർഡ്സ് ഉള്ളൊരു പരിചയമാണ്. അപ്പോൾ നമ്മുടെ ജേർണി പറയുകയാണെങ്കിൽ 2 ടൈപ്പ് ഓഫ് ആണ്. ഒന്ന് നമ്മളുടെ കരിയർ എന്ന് പറയുന്നത് ഒന്നാണ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പാഷനറ്റായിട്ട് നമ്മൾ എന്താ പറയണ്ടത്, ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടായിരിക്കും. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എന്താ പറയണ്ടേ, എൻ്റെ മോനും പങ്കെടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പഠിപ്പിക്കുന്നുണ്ടല്ലോ പാരൻസൊക്കെ. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ ഉമ്മയാണ് എന്നെ ഫസ്റ്റ് ഒരു പാട്ട് പഠിപ്പിക്കുന്നത്. നമ്മുടെ ദാസേട്ടൻ പാടിയ പണ്ടവൻ തന്നോടെ ദീനിൽ ഉൾക്കൊണ്ട് നിന്നുള്ളൊരാധരധീരരേ, ആ ഒരു പാട്ട് എന്നെ ഉമ്മ പഠിപ്പിച്ചു. പ്ലസ് അതുപോലെ തന്നെ അന്ന് അവിടെ അറബിക് ടീച്ചർ ഉണ്ടായിരുന്നു. ആ ടീച്ചറും കൂടി എന്നെ പഠിപ്പിക്കുന്നത്. ആ പാട്ട് പാടിയിട്ട് എനിക്ക് 2nd പ്രൈസ് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് ഉപജില്ലയിൽ. എൻ്റെ സ്കൂളിൽ ഫസ്റ്റ് ആയിരുന്നു, പക്ഷേ എങ്കിൽ ഉപജില്ലയിൽ എനിക്ക് 2nd പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈച്ച് ആൻഡ് എവറി ഇയർ ഇതുപോലെ തന്നെ പാടുമായിരുന്നു, പ്രൈസ് കിട്ടുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ മദർസയിൽ പഠിക്കുന്ന സമയത്ത് ലത്തീഫ് ഉസ്താദ്, അങ്ങനെ എന്താ പറയണ്ടേ, അങ്ങനെ സ്റ്റേജിലൊക്കെ കയറിയിട്ട് ഓൾമോസ്റ്റ് ഒരു 10th ആവുന്ന സമയത്തേക്ക് സെറ്റാണ്. ഐ മീൻ സ്റ്റേജിലപ്പോൾ കയറി കഴിഞ്ഞാൽ കോൺഫിഡൻസ് ലെവൽ കൂടി അതെ അതെ. അങ്ങനെ 10th പഠിക്കുന്ന സമയത്താണ് സ്റ്റേറ്റിൽ എനിക്ക് 2nd കിട്ടുന്നത്, സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ. ആ സമയത്ത് തന്നെ അതിന് മുന്നേ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ മാമ പിന്നെ അവരുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് ഒരു ആൽബമൊക്കെ സെറ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് എന്നെ പഠിപ്പിക്കാമെന്നുള്ളൊരു ഉദ്ദേശം കൊണ്ട് അങ്ങനെ എൻ്റേതാണ് ഹാജര എന്നുകൊണ്ടൊരു ആൽബം ഫസ്റ്റ് ചെയ്തിരുന്നു. പക്ഷെ അത് എവിടെ എത്തിയിരുന്നില്ല. അത് നമ്മളൊരു പക്ഷേ വിചാരിക്കും ഇത് നമ്മൾ ചെയ്യുന്നതൊരു ഭയങ്കര ഒരു പെർഫെക്ഷൻ ആയിട്ടുള്ളൊരു സാധനമായിരിക്കും, അല്ലെങ്കിൽ ഒരു ആളുകൾക്ക് കണക്റ്റഡ് ആവും എന്നൊക്കെ പ്രതീക്ഷിച്ച് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒരു പക്ഷേ അത് കണക്റ്റഡ് ആയിട്ടില്ലെങ്കിൽ ഈ പറയുന്ന പോലെ ആരും അറിയാതെ പോകും. എന്തൊക്കെയോ കൊണ്ട്, ഐ മീൻ മാർക്കറ്റിങ്ങിൻ്റെ കുറവ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തൊക്കെയോ കൊണ്ട് ആ പാട്ട് എവിടെയും എത്തിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ 10th പഠിക്കുന്ന സമയത്ത് ഞാൻ സ്വന്തമായിട്ട് എഴുതി മ്യൂസിക് ചെയ്ത് വെച്ചൊരു പാട്ടുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഈ പാട്ടുകളൊക്കെ എഴുതാന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു പ്രണയം ഉണ്ടായിരിക്കണമല്ലോ. അപ്പോൾ ആ സമയത്ത് അങ്ങനെ എഴുതിയൊരു പാട്ടാണ് എന്ത് ചന്തമാണ് പെണ്ണെ നിന്റെ പുഞ്ചിരി കാണുവാൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പ്രണയം ഉണ്ടായിരുന്നോ? പ്രണയം ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ ആ സബ്ജക്റ്റ് നമുക്ക് വല്ല ഒഴിവാക്കാൻ തോന്നുന്നു. അപ്പോൾ എന്താ പറയണ്ടേ, അങ്ങനെ ആ സമയത്ത് നമ്മുടെ ഈ ഷാഫിക്ക, താജുക്ക, ഇവരൊക്കെ ഈ നമ്മുടെ ഈ ഈസ്റ്റ് കോസ്റ്റൊക്കെ ഒരു ആൽബം പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ എന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു സാധനങ്ങൾ ഇങ്ങനെ വരാൻ തുടങ്ങി. കുറച്ച് എന്താ പറയണ്ടേ,
മാപ്പിളപ്പാട്ടാണെങ്കിലും കുറച്ചൊരു പൈങ്കിളി സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുള്ളൊരു ടൈപ്പ് ഓഫ് സാധനങ്ങൾ വരാൻ തുടങ്ങി. നമുക്കത് കണക്റ്റഡ് ആവാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ മൈൻഡിൽ ഞാനങ്ങനെ എഴുതിയൊരു പാട്ടാണ് എന്ത് ചന്തമാണ് പെണ്ണെ. അപ്പോൾ നമ്മൾക്ക് എന്താ പറയുക, നമ്മൾ കുറച്ച് ടീമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ, ഷക്കീർക്ക എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് ടീമൊക്കെ ഉണ്ടായിരുന്നു. ആ ടീമൊക്കെ കൂടിയിട്ട് ഒരു പ്ലാൻ ചെയ്തു, നമുക്കൊരു ആൽബം ചെയ്യാം. അഴകിയ കിനാവേ നമ്മളതിന് പേര് വെച്ചു. എന്നിട്ട് നൗഷാദ് പള്ളത്ത് എന്ന് പറയുന്ന ഒരു ഇക്കാക്കാണ് അത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതിൽ അന്ന് ആ പാട്ട് ഞാൻ എഴുതിയിട്ടുള്ള 2-3 പാട്ടുകൾ വേറെ ഉണ്ടായിരുന്നു. ഷാഫിക്ക് കൊല്ലം പാടിയ എന്താണഴകേ നീ മിണ്ടാത്തേ, ആ പാട്ടൊക്കെ അതിൽ ഞാൻ എഴുതി മ്യൂസിക് ചെയ്ത് ഷാഫിക്ക പാടിയ പാട്ടുകളാണ്. അപ്പോൾ ആ ഒരു വർക്കിൽ 7ാമത്തെ പാട്ടായിട്ടാണ് എന്ത് ചന്തമാണ് പെണ്ണെ ഉണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ ഒരു ഡൗട്ടാണ്, ഇതെന്ന് പറയുന്നത് ഒരുപാട് വർഷം മുമ്പാണ്. അതെ അപ്പൊ ഇതുപോലൊരു ഫെസിലിറ്റീസോ കാര്യങ്ങളൊന്നും അന്നില്ല. അന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് സ്ട്രഗ്ലിംഗ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. പാട്ട്, അതായത് പണ്ട് കല അങ്ങനെ അധികം ആൾക്കാർ പ്രത്യേകിച്ച് ഈവൻ നമ്മുടെ വീട്ടിലൊന്നും പോലും അങ്ങനെ ഒരു സപ്പോർട്ട് ഇല്ലാത്ത സമയമായിരുന്നു. പ്രോത്സാഹിപ്പിക്കുന്നൊന്നും അല്ല. അത് പ്രോത്സാഹിപ്പിക്കാത്ത 2 കാര്യങ്ങളുണ്ട്. ഒരു പക്ഷെ അവർക്ക് നമ്മൾ എന്താ പറയുക, ഒരു പാട്ടുകാരൻ അന്ന് പറയുമ്പോൾ, ആ പാട്ടുകാരൻ എന്ന് പറയുമ്പോൾ ഒരു സെക്കൻഡറി ആയിരുന്നു എല്ലാവർക്കും. അങ്ങനെ ആയിരുന്നു. ഒരു എന്താ പറയണ്ടേ, അവൻ പാട്ടുപാടി നടക്കുന്ന ആ ഒരു സംഭവം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്നത് മാറി. ഇന്ന് നമ്മളൊരു വീട്ടിൽ ഡോക്ടർക്ക് നമ്മൾ എന്ത് വാല്യൂ ആണോ കൊടുക്കുന്നത്, സെയിം ആണെന്ന് ഒരു സിംഗർക്ക്. സീരിയസ്ലി അതെ. അപ്പോൾ അന്ന് അങ്ങനത്തെ സപ്പോർട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ പിന്നെ അത് മാത്രമല്ല, നമുക്ക് ആളുകളായിട്ട് ഇപ്പം ഇന്ന് നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാവരും നമുക്കൊരു വിതിൻ ദ സെക്കൻഡ്സ് ഇറ്റ് സെൽഫ് നമുക്ക് എന്ത് ചെയ്യാം, എല്ലാവരും കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അന്നെന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നുമില്ല. ഒരാളുടെ ഫോൺ നമ്പർ ചിലപ്പം ആ നമ്പർ മാറിയിട്ടുണ്ടായിരിക്കും. പിന്നെ നമുക്ക് കോൺടാക്ട് ചെയ്യണമെങ്കിൽ പിന്നെ അവരുടെ അഡ്രസ്സൊക്കെ അന്വേഷിച്ച് നമ്മൾ അവിടെ വരെ നമ്മൾ പോകണം. അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ അത് മാത്രമല്ല, മീഡിയ എന്ന് പറയുമ്പോൾ തന്നെ ഇന്നത്തെ പോലെ നമുക്ക് സോഷ്യൽ മീഡിയ ഒന്നും അത്ര ഒരു ഇതായിട്ടില്ല. അതെ, അന്ന് ഈ പറയുന്ന പോലെ ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ റീൽസിലൊക്കെ കാണുന്നില്ല, മറ്റേ എന്തായിരുന്നു ആ മണിക്കുട്ടി എന്ന് പറയുന്ന ഒരു പാട്ട് ഭയങ്കര ഹിറ്റ് ആയിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പം റീസെൻ്റ്ലി. അതിൻ്റെ കണ്ടന്റ് കാണിക്കുന്ന ബസ്സിൽ പോകുന്നതിന് ഡ്രൈവർ കാണിക്കുന്ന ഒരു സംഭവങ്ങളൊക്കെ അതായിരുന്നു. അതിപ്പോൾ വീണ്ടും അത് റീക്രിയേറ്റ് ചെയ്ത് വരിക ചെയ്യുന്നത്. അപ്പോൾ അന്ന് ഈ പാട്ടൊക്കെ ഏറ്റെടുത്തവരെന്ന് പറയുമ്പം ഈ ബസ് ഡ്രൈവേഴ്സും ഈ ഓട്ടോ ഡ്രൈവേഴ്സും പിന്നെ അതുപോലെ തന്നെ അന്നത്തെ ലോക്കൽ ചാനൽസ്, അവരൊക്കെയാണ് ഈ പാട്ടുകൾ. അല്ല, ഒരു ധൈര്യം, അതായത് ഇപ്പോൾ ഒരു മ്യൂസിക് കമ്പോസ് ചെയ്ത് അതൊരു ഫൈനൽ ഔട്ട്ലേക്ക് വരാൻ അതിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. തീർച്ചയായിട്ടും. നമ്മൾ ഈവൻ മഴയത്ത്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, മഴയത്ത് ഷാഫിക്ക് പാടാൻ വേണ്ടി വരുന്നത് രാത്രി 1 മണിക്കാണ്. ഷാഫിക്ക് അന്ന് കത്തി നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഷാഫിക്ക് രാത്രി 1 മണിക്കാണ് കാട്ടൂർ സ്റ്റുഡിയോയിൽ പാടാൻ വേണ്ടി വരുന്നത്. എന്നിട്ട് പുള്ളി പാട്ടൊക്കെ പാടിക്കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയപ്പോൾ ഇങ്ങനെ ഒരു പൂർണ്ണചന്ദ്രനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ ഈ വർക്ക് ഭയങ്കര ഹിറ്റാവാൻ നല്ല ചാൻസസ് ഉണ്ടെന്നൊക്കെ അന്നിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളി. അല്ല, അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടായിരുന്നു നമ്മൾ ഓരോ വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഈവൻ അതിൻ്റെ ഡിസൈൻസിന് വേണ്ടി പോലും നമ്മൾ തൃശ്ശൂരിൽ നിന്ന് എറണാകുളം വരെ പോയി കോളിൻസ് ലിയോഫിൽ എന്ന് പറയുന്ന അന്നത്തെ ഏറ്റവും വലിയൊരു ഡിസൈനറാണ് പുള്ളി. സ്റ്റിൽ എനിക്കൊന്നും ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു ഫീൽഡിൽ. അവിടെയൊക്കെ പോയി നമ്മൾ ഡിസൈനും എല്ലാം നമ്മൾ തന്നെ മാനുവലി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ വാട്സപ്പിൽ അയച്ചു കൊടുക്കലോ അല്ലെങ്കിൽ മറ്റേ എന്തായിരുന്നു അങ്ങനെ വി ചാറ്റിലും അയച്ചു കൊടുക്കലും അങ്ങനത്തെ പരിപാടികളൊന്നും അല്ല. ചോദിച്ചത് കാരണം ആ ഒരു ടൈമില് ഇത് ചെയ്യണം എന്നൊരു നമ്മളൊരു ആഗ്രഹം എന്താ അതിന് മുന്നിട്ട് ഇറങ്ങാന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത്. പക്ഷെങ്കിൽ എനിക്ക് തോന്നുന്നത് ആ ഒരു എക്സ്പീരിയൻസ് ആണെന്ന് തോന്നുന്നു ഇന്നും എനിക്ക് എൻ്റെ ഓൺ പ്രൊഡക്ഷൻസ് പോലും എനിക്ക് ചെയ്യാനായിട്ടുള്ള ധൈര്യം എന്ന് പറയുന്നത് അന്ന് നമ്മൾ കടന്നു വന്നിട്ടുള്ള ഒരുപാട് സ്ട്രഗ്ലിംഗ് പീരീഡ് ഉണ്ടല്ലോ, അതിലൂടെ തന്നെയാണ് തീർച്ചയായിട്ടും. അതെ. അപ്പോൾ അങ്ങനെ എന്ത് ചന്തമാണ് പെണ്ണെന്ന് പറയുന്ന പാട്ട് എന്താ പറയണ്ടേ റിലീസാവുന്നു. റിലീസിങ് എന്താ പറയണ്ടേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും ഈ പറയുന്ന പോലെ മണിക്കുട്ടി ആളുകൾ ബസ്സിൽ പോകുന്ന പോലെ ഞാനും സൈഡിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. എന്ത് ചന്തമാണ് പെണ്ണെ ബസ്സിൽ ഇങ്ങനെ പ്ലേ ചെയ്യുന്നുണ്ടായിരിക്കും ഒരു പക്ഷേ. അപ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ആളൊക്കെ ഇങ്ങനെ ഇരുന്ന് മൂളുന്നുണ്ടായിരിക്കും അത് കേട്ടിട്ട്. എനിക്ക് അയാളുടെ അടുത്ത് പോലും പറയാൻ പറ്റുന്നുണ്ടാവില്ല ഈ പാട്ട് ഞാൻ എഴുതിയതാ, ഞാൻ മ്യൂസിക് ചെയ്താ, ഞാൻ പാടിയാന്ന് എനിക്ക് പറയാൻ വേണ്ടി പോലും നമുക്ക് പറ്റുന്നില്ലല്ലോ. നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ അതിങ്ങനെ പിന്നെ യൂസ്ഡ് ആയി തുടങ്ങി. പലപ്പോഴും പല സ്ഥലങ്ങളിൽ പോകുന്ന സമയത്ത് അങ്ങനെ ബസ്സിലിരുന്നപ്പോ അങ്ങനെ ആ പാട്ട് കേട്ടപ്പം എന്താ തോന്നിയത്? എനിക്ക് തോന്നുന്നത് അതിന്റെ റിസൾട്ട് അതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. നമ്മളിപ്പോൾ ഒരു സാധനം നമ്മളൊരു പാട്ട് നമ്മൾ പാടിക്കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ എന്താ പറയുക അത് കംപ്ലീഷൻ ആവുന്നില്ല. അത് ജനങ്ങളത് ഏറ്റെടുത്ത് അവരും കൂടെ അത് ഏറ്റു പാടുമ്പോൾ നമുക്ക് കിട്ടുന്ന അതാണ് അതിന്റെ റിസൾട്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് എത്ര വലിയ അവാർഡ്സ് കിട്ടിക്കഴിഞ്ഞാലും അതിനേക്കാളൊക്കെ അത്രയും വാല്യൂബിൾ ആയിട്ടുള്ള സംഭവമാണ് നമ്മുടെ പാട്ടുകൾ ഏറ്റുപാടുക എന്ന് പറയുന്നത്. അതെ. ഇനി ഒരു പാട്ടായാലോ, ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട്? എന്ത് ചന്തമാണ് പെണ്ണെന്നെ പാടാൻ എന്ത് ചന്തമാണു പെണ്ണെ നിന്റെ പുഞ്ചിരി കാണുവാൻ, എന്തൊരു സുന്ദരമാണു പൊന്നെ നിന്റെ തേൻമൊഴി കേൾക്കുവാൻ, ഓർത്തിരുന്നു കാത്തിരുന്നു കണ്ണു കഴച്ചു നീ ഓർമ്മയിലെന്നും വരങ്ങൾ കൽബിൽ നിറച്ചു. എന്ത് ചന്തമാണു പെണ്ണെ നിന്റെ പുഞ്ചിരി കാണുവാൻ, എന്തൊരു സുന്ദരമാണു പൊന്നെ നിന്റെ തേൻമൊഴി കേൾക്കുവാൻ.
യു. ആദ്യത്തേതാണ് തന്നെ ഓൾ ടൈം ഫേവറേറ്റ് ആണ് ഈ പാട്ട് അല്ലേ? അതെ. ഇനി നൂറേ എന്നുള്ളൊരു പാട്ടിനെ പറ്റിയിട്ട്, കാരണം നൂറെ എനിക്ക് തോന്നുന്നു, നൂറെ എൻ്റെ ജേണിയിൽ ഞാൻ എപ്പോഴും ഏത് പാട്ട് പാടുമ്പോഴും ആലോചിക്കാറുണ്ട്, എൻ്റെ മുന്നേ ഇറങ്ങിയിട്ടുള്ള പാട്ടിനേക്കാൾ ബെസ്റ്റ് ആയിരിക്കണം എന്നുള്ളത്. അങ്ങനെയൊക്കെ ആലോചിക്കുന്ന സമയത്ത് എന്താ പറയണ്ടേ, നമുക്കൊരു പെട്ടെന്ന് ജുബൈർ മുഹമ്മദാണ് അതിൻ്റെ മ്യൂസിക് ചെയ്തിട്ടുള്ളത് നൂറേൻ്റെ. വരികൾ എഴുതിയിട്ടുള്ളത് മുത്തുവാണ്. മുത്തു ഇപ്പോൾ ഇലകൊഴിയെ പാട്ടൊക്കെ എഴുതിയിട്ട് ഭയങ്കര ഹിറ്റായിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ മുത്തുനായിട്ട് കണക്റ്റഡ് ആവുന്നത് ജുബൈർ ത്രൂ ആണ്. ജുബൈറിൻ്റെ നേരത്തെയുള്ള ഫ്രണ്ടാണ്, ഇൻസ്റ്റാഗ്രാം ത്രൂ തന്നെ. അപ്പോൾ ജുബൈർ ഇതുപോലെ എൻ്റെ അടുത്ത് പറഞ്ഞു, ബ്രോ നിനക്ക് പറ്റിയൊരു സാധനമുണ്ട്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു ചോദിച്ചു എൻ്റെ അടുത്ത്. അപ്പോൾ ജുബൈർ എൻ്റെ അടുത്ത് അങ്ങനെ പറയുമ്പോൾ, ജുബൈർ ഓൾറെഡി മറ്റേ നമ്മുടെ കസവിനാലൊക്കെ ചെയ്തിങ്ങനെ ഹിറ്റായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്, ഹനാൻ പാടിയിട്ട് ഹിറ്റായിട്ട് നിൽക്കുന്ന ഒരു സമയം. അപ്പം ഞാൻ പ്രതീക്ഷിക്കുന്ന ജുബൈർ എപ്പോഴും ഹനാനിക്ക് മാത്രമായിരിക്കുമല്ലോ പാട്ടുകൾ കൊടുക്കുന്നത് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു എൻ്റെ അടുത്ത്. അങ്ങനെ എൻ്റെ അടുത്ത് നൂറ് എന്നുള്ളൊരു സംഭവം എനിക്കിങ്ങനെ മൂളി കേൾപ്പിച്ച് തന്നപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു അത്. അപ്പോൾ നമുക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ഡിസംബർ 18 ഞാൻ ഖത്തറിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അന്നേരം എനിക്ക് ഡിസംബർ 18 രാവിലെ ഒരു മെസ്സേജ്, ബ്രോ നാളെ രാവിലെ കൊച്ചിയിൽ എത്താൻ പറ്റുവാണെങ്കിൽ നൂറേ എന്ന് പറയുന്ന പാട്ട് നിനക്ക് പാടാന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. ആ മെസ്സേജ് കണ്ടതും നേരെ സ്ട്രേറ്റ് അവേ പോയിട്ട് ടിക്കറ്റ് എടുത്ത് പിറ്റേ ദിവസം നാട്ടിൽ പോയി. അതെ, മ്യൂസിക് ലോഞ്ചിൽ വെച്ചിട്ട് പാട്ട് പാടി. അല്ല, വരികൾ കണ്ട സമയത്താണോ അതോ അദ്ദേഹത്തോടുള്ള ആ ഒരു ഇഷ്ടം കൊണ്ട്? എനിക്ക് തോന്നുന്നത് ജുബൈറിൻ്റെ പാട്ടുകൾ എനിക്ക് പലപ്പോഴും കണക്റ്റഡ് ആവാറുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ജുബൈറും ആ ഒരു കൈൻഡ് ഓഫ് സംഭവങ്ങൾ ചെയ്യുന്ന ഒരാളാണല്ലോ. അപ്പോൾ പെട്ടെന്ന് അത് കേട്ടപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാടിയൊരു പാട്ടാണത്. അതെ, അത് കഴിഞ്ഞിട്ട് പക്ഷേങ്കിൽ അതിൻ്റെ വേറെ രസമുണ്ട്. അതിനേക്കാളും കുറച്ച് കഴിഞ്ഞിട്ട് നൂറേക്ക് ഇറങ്ങി കുറച്ച് കഴിയുമ്പോഴത്തേനും, അല്ല നൂറ് ഇറങ്ങിയിട്ടില്ല, ഇൻ ബിറ്റ്വീൻ തന്നെ ഏതൊരു പെരുന്നാൾ ടൈമിൽ ജുബൈർ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു, ബ്രോ ഒരു പാട്ട് കൂടെ ഉണ്ട്, എനിക്ക് തോന്നുന്നു ബ്രോക്ക് കണക്റ്റ് ആവും തോന്നുന്നു, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. എന്നിട്ട് എനിക്കിങ്ങനെ മൂളി തന്നു, ലല്ലാ ലല്ലാ ലല്ലാ. എനിക്കെന്തോ കണക്റ്റ് ആയില്ല, എന്തുകൊണ്ടാണ് എനിക്കിപ്പോഴും അറിയില്ല സത്യം പറയാൻ. പക്ഷേ ആ പാട്ടും ഹനാൻ പാടിയിട്ട് ഇൻസാനിൽ എന്ന് പറയുന്ന സോങ് ഇന്ന് അതിനേക്കാളും ഹിറ്റ് അടിച്ച് നിൽക്കുന്ന ഒരു സമയമാണ്. അത് ആ ഒരു എന്താ പറയണ്ടേ, എൻ്റെ മൈൻഡിൽ ഞാൻ എപ്പോഴും ജുബൈറിനായിട്ട് ചാറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയും, എടാ എന്നാലും എനിക്ക് ഇൻസാനിലെ മിസ്സായല്ലോ. അതെ, ഇനി ഇറങ്ങാനായിട്ടുള്ള പാട്ടും ഈ പറയുന്ന പോലെ തന്നെ ജുബൈറിൻ്റെ കൂടെ തന്നെ പനിമതി എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്, സുഹേൽ സുൽത്താൻ എഴുതിയിട്ടുള്ള വരികൾ, നല്ല പാട്ടാണ്. പിന്നെ അങ്ങനെയൊക്കെ. അതെ, ഇനി നമുക്ക് സിമിയ ചേച്ചിയിലേക്ക് വന്നാലോ? ഓ തീർച്ചയായിട്ടും വരണം. അതെ, ഇക്കയുടെ വൈഫും ഒരു പാട്ടുകാരിയാണ്, അതെ. മ്യൂസിക് ടീച്ചറാണ്, അതെ മ്യൂസിക് പഠിച്ച് വന്ന ഒരാളാണ്. അതെ ഇക്ക എങ്ങനെയാണ് ചേച്ചിയെ കണ്ടുമുട്ടിയത്? കാരണം ഒപ്പത്തിനൊപ്പം നിൽക്കുന്നത് സംഗീതത്തില്. അയ്യോ, ഒരിക്കലും ഒപ്പത്തിനൊപ്പമല്ല, പുള്ളിക്കാരി വേറെ ലെവലാണ്. ഞാനൊരിക്കലും പാട്ട് പഠിച്ചിട്ടില്ല. പുള്ളിക്കാരി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കണക്റ്റഡ് ആവുന്ന പട്ടുർമാൽ എന്ന് പറയുന്നൊരു ഷോയിലൂടെ ആയിരുന്നു. അപ്പോൾ അന്ന് എൻ്റെ കോളർ ട്യൂണായിട്ട് ഞാൻ തന്നെ പാടിയൊരു പാട്ടുണ്ടായിരുന്നു, അത്തറ് മണക്കളപ്പെട്ടൊരു മാലിൽ കണ്ണീർ നനവാണ്, ഇഷ്കിൻ കിളിയെ നിന്നെ വിട്ട് പിരിഞ്ഞതിനാലാണ്. അപ്പോൾ അങ്ങനെ ഒരു പാട്ട് എൻ്റെ കോളർ ട്യൂണായിട്ട് ഞാൻ തന്നെ എനിക്ക് തോന്നുന്നു എൻ്റെ തേർഡ് വർക്കാന്ന് തോന്നുന്നു, തേൻ എന്ന് പറഞ്ഞൊരു ആൽബം ഉണ്ടായിരുന്നു, സ്പീഡ് ഓഡിയോസിൻ്റെ റഫീഖ ചെയ്തൊരു വർക്കായിരുന്നു അത്. അപ്പോൾ അന്ന് മെയിൻ എന്ന് പറയുമ്പം ഈ കോളർ ട്യൂണൊക്കെ ആണല്ലോ എല്ലാവരുടെയും ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഏതോ ഒരു റൗണ്ടിൽ സിമിക്ക് മാർക്ക് കുറയോ അങ്ങനെ എന്തോ സംതിങ് എന്തോ ഉണ്ടായപ്പോൾ സിമി ഇതുപോലെ എൻ്റെ അടുത്ത് ആ ഒരു കാര്യമൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട് എന്നെ ഇങ്ങനെ വിളിച്ചിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു ഉറങ്ങുകയായിരുന്നു തോന്നുന്നു. അപ്പോൾ 2 പ്രാവശ്യം വിളിച്ചപ്പോൾ ഞാൻ ഫോൺ എടുത്തിട്ടില്ല. പക്ഷേ പുള്ളിക്കാരി സത്യം പറഞ്ഞാൽ എന്നായിട്ട് സംസാരിക്കണം എന്ന് കരുതിയിട്ടല്ല പിന്നത്തെ കോൾസ് ചെയ്യുന്നത്, ഈ പാട്ട് കേൾക്കാം എന്നുള്ളൊരു സംഭവത്തിൽ പുള്ളിക്കാരി വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നേ. പക്ഷെ ഞാനാണത് പാടിയെന്നോ അല്ലെങ്കിൽ അതൊന്നും പുള്ളിക്കാർക്ക് അറിയേ ഉണ്ടായിരുന്നില്ല. അതെ, അങ്ങനെ നമ്മൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. പിന്നീട് ഈ പറഞ്ഞ പോലെ തന്നെ പെൺകുട്ടികൾക്ക് പെട്ടെന്ന് പ്രപ്പോസൽ കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പ്രൊഫഷൻസ് തന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പം സിംഗർ ആയിട്ടുള്ള ഒരാൾക്ക് ഡോക്ടറായിട്ടുള്ള ഒരാളെ പാർട്ട്ണറായിട്ട് എടുക്കുക, അല്ലെങ്കിൽ എഞ്ചിനീയർ ആയിട്ടുള്ള ഒരാൾ സിംഗർ ആയിട്ടുള്ള ഒരാൾക്ക് പാർട്ട്ണറായിട്ട് എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് അതിൽ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടല്ലോ. ഈവൻ ഞങ്ങൾ സിംഗേഴ്സായിട്ട് പോലും അണ്ടർസ്റ്റാൻഡിങ്ങിന് ഇഷ്യൂസ് ഇല്ലാണ്ടെന്നല്ല കേട്ടോ പറയുന്നത്, ഇഷ്യൂസൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരിക്കും. പക്ഷെ എന്നാലും എന്താ പറയണ്ടേ, നമുക്ക് അപ്പുറം ഇപ്പുറം മനസ്സിലാക്കാനായിട്ട് പറ്റാന്ന് പറയാം. അഡ്ജസ്റ്റ്മെൻറ്റിനേക്കാൾ കൂടുതൽ നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് ആണല്ലോ. സോ ആ ഒരു കാര്യം നമുക്ക് വളരെയധികം കണക്റ്റഡ് ആയിരുന്നു. അങ്ങനെയാണ് സിമ്മിനായിട്ടുള്ളൊരു ബോണ്ടിങ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ സിമ്മിനെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരി കംപ്ലീറ്റ്ലി ഇപ്പം എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഞാൻ ചോദിക്കാൻ സിമ്മിൻ്റെ അടുത്ത് ഹംദാനിക്കാണോ വലുത് അതോ മ്യൂസിക്കാണോ വലുതെന്ന് ചോദിച്ചാൽ പുള്ളിക്കാർ പറയും മ്യൂസിക്കാണ് വലുതെന്ന് പറയാൻ വേണ്ടിയിട്ട്. അതേ സിമ്മിന് തന്നെയാണ് എനിക്കിഷ്ടം. അവരുടെ ആ ഒരു പ്രൊഫഷൻ അവരത് കീപ്പ് ചെയ്യുന്നുണ്ടല്ലോ, ഇപ്പോഴും അത് ആ ലെവലിൽ തന്നെ കൊണ്ടുപോകുന്നുണ്ട്. അതിപ്പോഴും പുള്ളിക്കാരി പാട്ട് പഠിക്കുന്നുണ്ട്, പ്ലസ് പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്.
നിങ്ങൾ രണ്ടുപേരും പാട്ടുകാരായതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും 2 വരിയെങ്കിലും വീട്ടിലൊന്നും അതൊക്കെ മൂളാതിരിക്കത്തില്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഞാൻ ഈ ജോബും കാര്യങ്ങളായിട്ട് പോകുന്നു. അതിൻ്റെ ഇടയിൽ ഇൻ ബിറ്റ്വീൻ റെക്കോർഡിങ്സ് കാര്യങ്ങളായിട്ടുണ്ടാവും. ഷോസ് എപ്പോഴെങ്കിലൊക്കെ ഷോസ് ഉണ്ടായിരിക്കും. അപ്പോൾ സിമ്മി എന്ന് പറഞ്ഞാൽ സിമ്മി ഇപ്പോൾ പുള്ളിക്കാരുടെ പ്രൊഫഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചിങ് ആണ്. ഖത്തറിലുണ്ടായിരുന്നു. ഖത്തർ ഇന്ത്യൻ ഐഡൽ സ്കൂളിൽ മ്യൂസിക് ടീച്ചറായിട്ട് വർക്ക് ചെയ്തിരുന്നു. പക്ഷെ നമ്മുടെ പ്രവാസി നമ്മുടെ ഇവിടുത്തെ മക്കൾക്ക് ഇപ്പോൾ ദുബൈയിലാവട്ടെ ഖത്തറിലാവട്ടെ ഇവിടെയൊക്കെ സ്കൂളിൽ പഠിക്കുന്ന മക്കൾക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ എന്താ പറയുക അക്കാഡമിക്കാണ് അവർക്ക് എപ്പോഴും ഫോക്കസ് എന്ന് പറയുന്നത്. ഈ ഒരു എന്താ പറയണ്ടേ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് സെക്കൻഡറി ആണ് ശരിക്കും പറഞ്ഞത്. പക്ഷെ നാട്ടിലതല്ല. നാട്ടിലത് എന്താ പറയണ്ടേ നല്ല രീതിയിൽ തന്നെ മക്കളെ ഇപ്പോൾ ഒക്കെ ചെറുപ്പത്തിൽ തന്നെ നല്ലപോലെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് പാരൻസ്. അപ്പോൾ മൂപ്പരുടെ ഒരു വിഷൻ ഉണ്ട്. വിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരുടെ ആ ഒരു സമയം ഉണ്ടല്ലോ, സമയം ആ സമയത്ത് മൂപ്പർക്കൊന്നും പാട്ട് പഠിക്കാനായിട്ടോ അല്ലെങ്കിൽ പഠിപ്പിക്കാനായിട്ടോ ആരും ഇല്ലാതിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ മക്കൾ ഉണ്ടാവാൻ വേണ്ടി പാടില്ല ഇന്നത്തെ ജനറേഷനിൽ. ആർക്കൊക്കെ പാട്ട് പഠിക്കണം അവരൊക്കെ പഠിപ്പിക്കാൻ ഞാൻ വില്ലിംഗ് ആണെന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതാണ്. ഇപ്പോൾ സ്റ്റേറ്റ് കലോത്സവത്തിൽ 6 പേരാണ് മാപ്പിളപ്പാട്ടിൽ സിമ്മിയുടെ സ്റ്റുഡൻസ് എത്തിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് ടൈം ആയിരിക്കും അങ്ങനൊരു ഫീമെയിൽ ട്രെയിനർക്ക് ഇത്രയും മക്കൾ എന്തായാലും സ്റ്റേറ്റ് ലെവലിലൊക്കെ അതിൽ എത്തുന്നത്. അഭിമാനം കൊള്ളുന്നു. തീർച്ചയായിട്ടും അത് ഓരോ പത്രത്തിലുള്ള ഓരോ കട്ട്സുകളൊക്കെ കാണുമ്പം അതിൽ താഴെ ഉണ്ടായിരിക്കും മാപ്പിളപ്പാട്ട് ഗായകൻ ഹംദാനാണ് ഭർത്താവ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണുന്നുണ്ടായിരിക്കും. അടിപൊളിയാണ് അത് സംഭവം. വായിക്കുമ്പോ അതെ, ഒരു മനസ്സിൽ തീർച്ചയായിട്ടും നമുക്കൊരു പ്രൗഡ് ഫീൽ ആണല്ലോ. തീർച്ചയായിട്ടും അതെ. പിന്നെ എനിക്കുള്ളൊരു പരിഭവം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എൻ്റെ കൂടെ പാടാനായിട്ട് എനിക്ക് പുള്ളിക്കാരനെ കിട്ടുന്നില്ല എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അതുണ്ട്. അതൊരിക്കലും ഇല്ലാതിരിക്കില്ല. പക്ഷെ എന്നാലും ഈ പറയുന്ന പോലെ തന്നെ എൻ്റെ ഭാര്യയായിട്ട് എനിക്ക് ഫുഡും വെള്ളവും ഇതൊക്കെ വെച്ച് തരുന്ന ഒരാളായിട്ട് ഇരിക്കുന്നതിൽ കാണുന്നതിനേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടം പുള്ളിക്കാർ പാട്ട് പാടുന്നതും അല്ലെങ്കിൽ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നതും. എല്ലാവരും ഇപ്പം എൻ്റെ വൈഫാണെന്ന് കരുതിയിട്ട് എന്താ പറയണ്ടേ എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ഒരാളായിരിക്കണം എന്നില്ലല്ലോ. നമ്മൾ രണ്ടുപേരും 2 വ്യക്തികളാണ്. അതെ. അപ്പം അവർക്കും അവരുടേതായിട്ടുള്ള പാഷനറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും. സോ സിമ്മയുടെ പാഷനറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ പറയട്ടെ, എൻ്റെ ഒരു വിശ്വാസത്തില് ഓക്കെ. ഈ പാട്ടിന് ഒരാളെ പിടിച്ചു നിർത്താനുള്ള കഴിവുണ്ട് എന്ന് പറഞ്ഞാൽ അവരൊരു ഫീൽ ഇപ്പൊ ഒരു ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുവാണെങ്കിൽ ഒരു ടെമ്പററി ആയിട്ടെങ്കിലും നമ്മളൊരു പാട്ട് നല്ല നമുക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് തീർച്ചയായിട്ടും ഞാനത് കേൾക്കുവാണെങ്കിൽ നമ്മുടെ മൈൻഡ് ഒന്ന് നമ്മളുടെ ഈ ഇൻസ്റ്റാഗ്രാമിൽ ഈ പറയുന്ന പോലെ തന്നെ നമുക്ക് ഒരുപാട് മെസ്സേജ് വരും. അപ്പോൾ അതിലൊരു പ്രാവശ്യം പാലക്കാട് എന്നുള്ളൊരു എനിക്ക് തോന്നുന്നു സജന എന്ന് പറഞ്ഞിട്ടൊരു പെൺകുട്ടി അവരെനിക്ക് മെസ്സേജ് ചെയ്തിരുന്നു. എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സമാധാനം തന്നൊരു പാട്ട് നിങ്ങളുടെ നിലാവ് പോലെ എന്നുള്ള പാട്ടാണെന്ന് പറഞ്ഞിട്ട് ഞാനും സിമ്മിങ് കൂടെ പാടിയിട്ടുള്ള പാട്ട് ഈസ്റ്റ് കോസ്റ്റിൻ്റെ തന്നെ അനുരാഗ് എന്ന് പറയുന്നൊരു വർക്ക് ഉണ്ടായിരുന്നു. ഫസ്റ്റായിട്ട് കേരളത്തിൽ ആദ്യമായിട്ട് ഒരു കപ്പിൾ സിംഗേഴ്സ് കംപ്ലീറ്റ് സോങ്സ് പാടിയിട്ടുള്ള ഒരു ആൽബം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അനുരാഗ് എന്ന് പറഞ്ഞിട്ടൊരു ആൽബം ഈസ്റ്റ് കോസ്റ്റിൻ്റെ ഇതിലായിരുന്നു. എനിക്കൊന്ന് 2 പേര് ആ പാട്ട് പാടാൻ തോന്നുന്നു. നിലാവ് പോലെയൻ കിനാവിനോർമ്മയിൽ നിറം പകർത്തുവാൻ വിരുന്നു വന്നു നീ, തണുത്ത തെന്നലായി തുഷാരസന്ധ്യയിൽ തൊടാതെ എന്നുമെൻ അടുത്തു നിന്നു നീ, തൊടാതെ എന്നുമെൻ അടുത്തു നിന്നു നീ. ആ ഒരു പാട്ട്. അതെ. അപ്പോൾ നമുക്ക് തോന്നാറുണ്ട് നമ്മളിപ്പോൾ ഒരു പാട്ട് പാടി നമ്മൾ റിലീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ വരുമ്പോൾ ഈ കണക്റ്റ് ആവുന്ന ആളുകളിൽ എനിക്ക് തോന്നുന്നൊരു കുറച്ച് ആളുകളെങ്കിൽ നമ്മളായിട്ട് ഡയറക്റ്റ് ഒരു മെസ്സേജും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അതൊക്കെ കാണുമ്പോഴാണ് നമുക്കൊരു സന്തോഷം. നമ്മുടെ വർക്ക് കണക്റ്റ് ആയി അല്ലെങ്കിൽ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ. തീർച്ചയായിട്ടും ഇപ്പം ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോൾ ഈ പാട്ട് നിങ്ങൾ രണ്ടുപേരും നന്നായിട്ട് പാടും, പാട്ടുകാരാണ്. അപ്പോൾ ഈ ഒരു പാട്ടാണ് ഒരു കാരണം, അതായത് നിങ്ങളുടെ ഒരു ലൈഫിൽ ഒരു സ്നേഹവും ആ ഒരു ബാലൻസും കീപ്പ് ചെയ്യുന്നത് അതിൻ്റെ ഒരു കാരണം പാട്ടാണ്, സംഗീതമാണെന്ന് പറഞ്ഞാൽ എനിക്ക് അതിനോട് യോജിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അത് ഇല്ല നമുക്കൊരിക്കലും പറയാൻ വേണ്ടി പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ എൻ്റെ ഏതെങ്കിലും പുതിയ വർക്കൊക്കെ പാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സിമിക്ക് ഫസ്റ്റ് അയച്ചു കൊടുക്കാറുണ്ട്. അതിനെ മാസ്റ്റർ ഔട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ സിമിക്ക് അയച്ചു കൊടുക്കാറുണ്ട്. സിമി എൻ്റെ അടുത്ത് അഭിപ്രായങ്ങൾ പറയാറുണ്ട്. തിരിച്ചും അതുപോലെ തന്നെയാണ്. സിമി ഏതെങ്കിലും പാട്ട് പാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഏതെങ്കിലും പുതിയ പാട്ട് പഠിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ റെക്കോർഡ് ചെയ്തിട്ട് എനിക്ക് സ്പോട്ടിൽ എനിക്കെടുത്തിട്ട് അയച്ചു തരും. എന്നിട്ട് എൻ്റെ അടുത്ത് സജഷൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മളുടെ ഇടയിൽ എന്താ പറയേണ്ടത്, പറയുന്ന പോലെ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നുള്ളൊരു സംഭവം അതും ഉണ്ടായിരിക്കും. എന്താണ് വിശേഷങ്ങൾ, അത് ആ വക പരിപാടികളുടെ ഒക്കെ ഇടയിൽ ഈ ഒരു കാര്യം കൂടെ അത് തീർച്ചയായിട്ടും പോകുന്നുണ്ടായിരിക്കും. അല്ല, വീട്ടില് നിങ്ങൾ മാത്രമായിട്ട് പാട്ടൊക്കെ പാടുമ്പോൾ അതൊരു സന്തോഷമില്ല, അതൊരു ഒത്തൊരുമയില്ലേ? ഞങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ വീട്ടിൽ എന്ന് പറയുകയാണെങ്കിൽ സിമ്മിയുടെ വീട്ടിൽ ഉപ്പ ഉമ്മ ബ്രദേഴ്സ് എല്ലാവരും പാട്ട് പാടും. അതെ, അവരൊരു ഞാനൊരു വീഡിയോ കാണിക്കും ഇതിൻ്റെ ഒരു കാര്യം പറയണേ. ഒരു വീഡിയോ കാണിക്കാം.
ഇത് കണ്ട സമയത്ത് ഇക്കൊക്കെ ഇതിനെ പറ്റി എന്താ പറയാനുള്ളത്? എനിക്ക് ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെയാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. അതില് ചേച്ചി ഇട്ടേക്കുന്ന ഇങ്ങനെയാണ്: സംഗീതമില്ലാതെ ഞങ്ങളുടെ കുടുംബ സംഗമം ഒരിക്കലും അവസാനിക്കില്ല എന്നാണ്. അത് സത്യമാണ്. അത് എന്താ പറയണ്ടേ, നമുക്ക് തലശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലം തന്നെ അങ്ങനെയാണ്. ഭയങ്കര ഹോസ്റ്റിങ്ങിന് ഭയങ്കര ഒരു പേരിട്ടൊരു സ്ഥലമാണ്. എൻ്റെ കയ്യിൽ ഞാനിപ്പോൾ തൃശ്ശൂരിൽ നിന്നാണ് തലശ്ശേരിയിലോട്ട് പോകുന്ന സമയത്ത് എനിക്കത് ഫീൽ ചെയ്യും ശരിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ തൃശ്ശൂർക്കാർ ഹോസ്റ്റിങ്ങിലോട്ട് മോശമായിട്ടല്ല പറയുന്നത്, പക്ഷേ എങ്കിലൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് തലശ്ശേരിക്കാർക്ക്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ വീട്ടിലെ ഏത് ഫംഗ്ഷൻ ആണെങ്കിലും, ഈവൻ നാട്ടിലത്തെ ഒരു കല്യാണങ്ങൾ പോലും ഞാൻ മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതൊക്കെ തന്നെയാണ് അതിൻ്റെ കാരണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ വീട്ടിലിപ്പോൾ ഉമ്മ പാട്ട് പാടും, പിന്നെ അതുപോലെ തന്നെ ഉപ്പ പാട്ട് പാടും സിമിയുടെ, പിന്നെ ബ്രദേഴ്സ് എല്ലാവരും പാട്ട് പാടും. അവർ പിന്നെ സിമിൻ്റെ അനിയത്തിയുണ്ട്, അവരും പാട്ട് പാടും. എല്ലാവരും ഈച്ച് ആൻഡ് എവരി വൺ എന്താ പറയേണ്ട ഈ മ്യൂസിക്കായിട്ട് കണക്റ്റഡ് ആണ്. അതുപോലെ തന്നെ സിമിൻ്റെ ഒരു കാരണവരുണ്ട്, OV അബ്ദുള്ള എന്ന് പറഞ്ഞിട്ട്. അവരൊക്കെയാണ് നമ്മുടെ ഈ അഴകേറുന്നോളെ വാ എന്നൊക്കെ പറയുന്ന പാട്ടുകൾ, പിന്നെ ഒത്തിരി നല്ല പഴയ മാപ്പിള പാട്ടുകൾ എഴുതിയിട്ടുള്ളവരാണ് ഈ OV അബ്ദുള്ള എന്ന് പറയുന്നവർ. അവരുടെ ഫാമിലിക്ക് തന്നെ ഒരു പാട്ടായിട്ട് ഭയങ്കര കണക്ഷൻ ഉള്ളതാണ്. പിന്നെ ഇപ്പം റീസെൻ്റ്ലി വീട്ടിലിപ്പോൾ ഒരു പ്രോഗ്രാം ഇല്ലെങ്കിലും വെറുതെ എങ്കിലും നമുക്കൊന്ന് കൂടാമെന്ന് പറഞ്ഞിട്ട് എന്താ പറയണ്ടേ, അതൊരു എല്ലാവർക്കും സന്തോഷമാണ്. കാരണം എല്ലാവരും തീർച്ചയായിട്ടും അതെ ഒത്തൊരുമിച്ച് അതെ വന്ന് അതെ അതിപ്പോ പാട്ട് അറിയാത്തവരും കൂടി കൈകൊട്ടി ഒന്ന് പാടുമ്പോ അത് തീർച്ചയായിട്ടും കിട്ടുന്ന ഒരു അതെ സന്തോഷം എന്ന് അതാ പറയുന്നത് വേറെ ഒന്നിനും അത് നമുക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടാവില്ല ഒരിക്കലും. ഇപ്പോൾ ഈവൻ ഇപ്പം ലാസ്റ്റ് ഇതിപ്പോൾ എനിക്ക് കുറച്ച് മുന്നത്തെ തോന്നുന്നു, അതെ, ഇപ്പോൾ റീസെൻ്റ്ലി അവർ ചെയ്തിരുന്നു. റീസെൻ്റ്ലി അവരുടെ വീട്ടിൽ എല്ലാവരും കൂടെ അവർ കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നേരം മോൻ നമ്മുടെ ചിറാപുഞ്ചി മഴയത്ത് എന്നുള്ള അതെ. പാട്ട് അവൻ ഹാർമോണിയം ഒക്കെ വെച്ച് പാടിയിട്ടുണ്ടായിരുന്നു. അതെ, അതിന് ഹനാൻ ഷാ വന്നിട്ട് കമൻ്റ് ഒക്കെ ചെയ്തിരുന്നു അതിന്. അതെ അതെ മോന്റെ പേര് ദിയാൻ ദിയാൻ ഹാഷ്മി. ഹാഷ്മി. അതെ അതെ, അവന് 8 വയസ്സ്. അതെ, അതെ, അവനും പാട്ടൊക്കെ പാടും. സംഗീതം ആ, പഠിക്കുന്നുണ്ടോ? പഠിക്കാൻ അവനക്ക് ഇഷ്ടമല്ല. അവൻ എനിക്ക് തോന്നുന്നു എൻ്റെ റൂട്ടാന്ന് തോന്നുന്നു. പഠിക്കുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞു തരുന്ന സംഭവം ഒന്നും നമുക്ക് അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ അതെ, ഈവൻ ഞാൻ വെറുതെ ഇവിടെ നിന്ന് പാടണമെന്നായിരിക്കോ, സിമി അപ്പുറത്തിരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ പറയും അംതാനക്ക പ്ലീസ്, ആ പിച്ച് ഔട്ടാണ് അംതാനക്ക, ആ നോട്ട് അങ്ങനെയല്ല അംതാനക്ക, അങ്ങനത്തെ കുറേ സാധനങ്ങൾ വരും. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഈ പിച്ചും ഇതൊന്നും ഇല്ല, ഞാൻ സ്വസ്ഥമായിട്ടിരുന്ന് പാടട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അവിടെ നിന്ന് മാറി നിന്ന് ചിലപ്പോൾ ഒറ്റയ്ക്ക് പോയിരുന്ന് പാടും. അത് തന്നെ സെയിം റൂട്ടാണ് എൻ്റെ മോനും. അവനും ഇതൊരാൾ പറഞ്ഞു കൊടുക്കുന്ന അങ്ങനെ ഇഷ്ടമല്ല അവനക്ക്. ഇഷ്ടമില്ല. പക്ഷേ പാട്ട് പഠിക്കാനായിട്ട് ഇഷ്ടമാണ്, ഡാൻസ് അങ്ങനത്തെ ഒക്കെ പരിപാടികളൊക്കെ ആയിട്ട് അവന് ഉണ്ട്. എല്ലാത്തിലും ആക്റ്റീവ് ആണ്. ആക്റ്റീവാണ്. ഇനി ഒരു പാട്ടുകാരനെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ എന്താ പറയുക, അവൻ്റെ ഒക്കെ ഒരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഹിപ്പ് ഹോപ്പും പരിപാടികളൊക്കെ അതെ, ആണല്ലോ. അവൻ തന്നെ എൻ്റെ അടുത്ത് പറയും, പപ്പ ഈ എന്ത് ചന്തമാണ് പെണ്ണെ മക്കത്ത് കൂతుര അതൊക്കെ വിട് പപ്പ, പപ്പിനെ കുറച്ച് ഹിപ്പ് ഹോപ്പ് ഒക്കെ പിടിക്കാനാണ് അവൻ എൻ്റെ അടുത്ത് പറയുന്നത്. പക്ഷെ അവൻ പറഞ്ഞിട്ട് ഞാനൊരു റീൽ ചെയ്തിട്ടുണ്ടായിരുന്നു, മറ്റേ നമ്മുടെ പാട്ടില്ലേ ഇപ്പോൾ MBL ഒക്കെ ചെയ്ത നൂറല്ലേ നൂറല്ലേ ചാരല്ലേ ചാരല്ലേ, ആ പാട്ട് എൻ്റെ മോൻ റിക്വസ്റ്റ് ചെയ്തിട്ട് പാടിയ പാട്ടാണ്. അതെ അതെ. അപ്പോൾ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന നമ്മളൊക്കെ ഏത് സിംഗേഴ്സിനും ഒരു ജോണർ ഉണ്ടായിരിക്കും എപ്പോഴും. അപ്പോൾ ആ ജോണർ നമ്മുടെ സേഫ് സൈഡ് ആണെന്നുള്ള രീതിയിൽ നമ്മളെല്ലാവരും ഇങ്ങനെ പോകുന്നുണ്ടാവുന്നത്. പക്ഷേ ട്രെൻഡ് എന്നൊരു സാധനമുണ്ട്. അതെ, അപ്പോൾ ട്രെൻഡിൻ്റെ ബാക്കിൽ നമ്മൾ പോകണം, അല്ലെങ്കിൽ നമ്മൾ എന്തായിരിക്കണം, ഒരു ട്രെൻഡ് സെറ്റർ ആയിരിക്കണം, എങ്കിലും നമുക്കൊക്കെ നിലനിൽപ്പെന്ന് പറഞ്ഞിട്ട് സംഭവം ഉണ്ടായിരിക്കുള്ളൂ. പക്ഷെ അത് മാത്രമല്ല, ഇപ്പോൾ ഷാഫിക്ക് ഇപ്പം 90s അത്രയും സംഭവമായിട്ടുള്ളൊരു സിംഗറാണ്. ഇപ്പം ഈച്ച് ആൻഡ് എവറി എന്താ പറയുക, ആ ഒരു സമയത്തുള്ള സിംഗേഴ്സിനൊക്കെ ഒരു റോൾ മോഡൽ ആയിട്ടുള്ളവരാണ് ഷാഫിക്ക എന്ന് പറയുന്നത്. കുറേ നാൾക്ക് ശേഷം എന്താ പറയണ്ടേ, പുള്ളി ഇപ്പോഴും എന്താ പറയണ്ടേ സ്റ്റേജ് ഷോസും പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ പോലും തന്നെ പുള്ളി അന്നത്തെ പാട്ടുകളൊക്കെ ആ ഒരു 90s കിഡ്സിന് മാത്രം അർഹതപ്പെട്ട ഒരു സാധനം അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ കുറേ നാൾക്ക് ശേഷം ഇപ്പോൾ ഈ ഹിപ്പ് ഹോപ്പും പരിപാടികളൊക്കെ വന്നു. അപ്പോൾ മറ്റേ ഈ മാപ്പിളപ്പാട്ടുകൾ അല്ലെങ്കിൽ ആൽബം സോങ്സ് അതൊക്കെ കുറച്ചൊന്ന് മാറി നിൽക്കേണ്ടി വന്നു. ഇപ്പോൾ അതാ വീണ്ടും അത് ആ 90s സോങ്സുകൾ ഇപ്പോൾ ട്രെൻഡിങ്ങിലോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ വിശ്വസിക്കുന്ന ഒരു സാധനമുണ്ട്. ഇപ്പം എന്താ പറയണ്ടേ, ഓക്കെ നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളൊരു സാധനം ഉണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അതെന്തായാലും അത് പൊട്ടിത്തെറിക്കുന്നു പറയുന്നത് ഒരു എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട് അതിന് തീർച്ചയായിട്ടും. പക്ഷെ അങ്ങനെയൊക്കെ ഇപ്പോൾ വീണ്ടും ഷാഫിക്ക് ഇപ്പോൾ വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വന്നപ്പോൾ എന്നെപ്പോലുള്ള സിംഗേഴ്സിനൊക്കെ ഭയങ്കര കോൺഫിഡൻസ് ആയി. ഇപ്പോൾ നമുക്ക് എവിടെ പോയിട്ട് വേണമെങ്കിലും എന്ത് ചന്തമാണ് പെണ്ണ് ഇപ്പോൾ എവിടെ വേണമെങ്കിലും നമുക്ക് പോയിട്ട് പാടാം. അതല്ലെങ്കിൽ കുറച്ച് മുന്നേ ഇപ്പോൾ ഒരു 15 ദിവസം മുന്നേ എനിക്ക് തോന്നിയിരുന്നു, അയ്യോ ഇനിയിപ്പോൾ എന്ത് ചന്തമാണ് പെണ്ണൊക്കെ അതൊക്കെ മാറ്റി പിടിക്കണ്ടേ, ഇനി ഇതുപോലത്തെ മറ്റേ കെജ പോലത്തെ സോങ്സുകൾ അല്ലെങ്കിൽ നൂറിൽ അതുപോലത്തെ പാട്ടുകളൊക്കെ പിടിക്കേണ്ട ഒരു സമയമാണ്. ഇപ്പം എനിക്ക് മറ്റേ കല്യാണി ആ സോങ്സ് ഒക്കെ ഭയങ്കര ഹിറ്റാണല്ലോ ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഫെജോ ചേട്ടൻ വന്നു, പിന്നെ ഡബ്സി വന്നു. ഇവരൊക്കെ വന്നപ്പോൾ കംപ്ലീറ്റ്ലി ഇൻഡസ്ട്രി തന്നെ മൊത്തത്തിൽ മാറിയിരുന്നു ഒരു സമയത്തേക്ക്. അതെ, അപ്പോൾ എനിക്കൊക്കെ ഡൗട്ടായിരുന്നു, എനിക്ക് ഇത്രയും ടൈപ്പ് സോങ്സ് ഒക്കെ പാടാൻ പറ്റുമോ, ഇതൊന്നും നമ്മുടെ ഒരു ജോണർ അല്ലല്ലോ എന്നുള്ളത്. പക്ഷെ അതിൻ്റെയൊക്കെ ഞാൻ അതിലോട്ട് ഇപ്പോൾ നമ്മൾ ഇറങ്ങിച്ചെല്ലുന്ന സമയത്താണ് നമുക്ക് അതിൻ്റെയൊക്കെ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതിലോട്ടൊക്കെ പോയപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ പണ്ടുണ്ടായിരുന്ന പാട്ടുകൾ അതിനൊരു സ്ട്രക്ചർ ഉണ്ടായിരുന്നു.
ഇപ്പോൾ പണ്ടത്തെ പാട്ടുകളിലൊക്കെ BGM ഉണ്ടല്ലോ, ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്, അതെ അതെ അതുവരെ എല്ലാവർക്കും കാണാപ്പാടായിരുന്നു. ഇപ്പം എൻ്റെ പാട്ട് പറയുകയാണെങ്കിൽ ടഡടങ് ടങ് ടൺ 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 ടങ് ടഡടങ് ടൺ 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 അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഫാത്തിമ എന്ന് പറഞ്ഞ സോങ്ങിന് അതിൻ്റെ ഒരു അതെ. BGM ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ പാട്ടുകളുടെയും ഒരു അതൊക്കെ കേൾക്കാനായിട്ട് ഇങ്ങനെ അതൊന്ന് അതെ പാട്ട് അതെ 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 എക്സാക്ട്ലി. അതെ നമുക്കതിന്റെ നെക്സ്റ്റ് BGM എന്താണെന്നുള്ളത് പോലും നമ്മൾക്ക് അതെ അറിയാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് സോങ്സ് ആയിരുന്നു അതെ അന്ന് ഉണ്ടായിരുന്നത്. മറ്റേ പാട്ട് നമ്മുടെ ചെമ്പകമേ അതെ സുന്ദരിയവ എല്ലാ പാട്ടുകൾക്കും അന്ന് അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ ഇപ്പോൾ ഹിപ്പ് ഹോപ്പുകൾ പറയുമ്പോൾ ഏതെങ്കിലും ഒരു പാട്ടിന്റെ BGM ഓർമ്മയുണ്ടോ? ഇല്ലല്ലോ. അതാ പറഞ്ഞത്. അപ്പോൾ ഓരോ കാലഘട്ടത്തിനും ഓരോ അതെ പാട്ടുകളാണ്. പക്ഷെ ഇന്നും എന്താ പറയണ്ടേ, നമ്മുടെ അന്നത്തെ പഴയ സോങ്സുകൾ എന്ന് അതെ പറയുന്നത് ഒരിക്കലും നമുക്ക് മാർക്കറ്റിൽ നിന്ന് ഔട്ടായി നമുക്ക് ഒരിക്കലും പറയാൻ വേണ്ടി അതെ പറ്റില്ല. അതേത് കാലത്ത് നമുക്ക് ഏതൊരു പാട്ടാണെങ്കിലും കുറച്ച് നാളത്തേക്ക് അതുണ്ടായിരിക്കും. അത് കഴിഞ്ഞാൽ ഡിസ്പോസിബിൾ സോങ്സ് കൊണ്ട് കുറച്ച് സാധനങ്ങളുണ്ട് ഇപ്പോൾ. അതെ കുറേ നാൾക്ക് ശേഷം എനിക്ക് തോന്നുന്നു മറ്റേ പൂമുത്തോളിയ പാട്ടാണ് കുറേ നാൾക്ക് അതെ ശേഷം എല്ലാവരും കേട്ടിട്ട് ഇഷ്ടപ്പെട്ടൊരു സാധനം, അല്ലെങ്കിൽ ഇപ്പോൾ മൈൻഡിൽ നിന്ന് ഔട്ട് ആവാത്തൊരു പാട്ട് എന്ന് പറയുന്നത് പൂമുത്തോളിയാണ്. അതെ അതിനിടയിൽ ഇഷ്ടം പോലെ പാട്ടുകളൊന്നും എന്തായിരുന്നു മറ്റേ വട്ടയപ്പം വേണമെങ്കിൽ എന്താ കുറേ പാട്ടുകൾ വന്നു. ഉം. പക്ഷെ ഇതൊക്കെ ഈ പറഞ്ഞ പോലെ ഡിസ്പോസിബിൾ ആണ്, കുറച്ച് നാളത്തേക്കേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മളെന്താ തിരിച്ച് അങ്ങോട്ട് തന്നെ പോകണമെന്ന് ഇതൊക്കെ പറഞ്ഞ പോലെയാണ്. എവർഗ്രീൻ സോങ്സ് ആണ്. പ്രത്യേകിച്ച് എക്സാക്ട്ലി അതാണ്. സുന്ദരിയവ, ചെമ്പകമേ, അതെ ഇന്നും സുന്ദരിയവ എന്നൊക്കെ എനിക്ക് തോന്നുന്നു ഫേവറേറ്റ്, ഇപ്പോഴും ആൾക്കാരുടെ ഫേവറേറ്റ്സിൽ ഉണ്ട് ആ അതെ പാട്ട്. അതെ കാരണം തീർച്ചയായിട്ടും. ഇപ്പോഴും അത് ആ ഒരു BGM വരുമ്പോ തന്നെ അറിയാം ഇന്ന പാട്ടാന്നറിയാം. അതും അതെ ഫ്രാങ്കോ പാടിയ ഒരു പാട്ടാണ്. അതെ അതെ. ഇക്ക ആ പാട്ടൊന്ന് പാടാവോ? അന്നെൻ്റെ കരളിൽ ഒരു കൂടൊരുക്കിയില്ലേ, നീലമിഴിക്കോണുകളിൽ കവിത കണ്ടില്ലേ, എന്നും നിന്നോർമകളിൽ നോവുണരുമ്പോ മാഞ്ഞങ്ങ് പോകരുതേ വാർമഴവില്ലേ. അതിലത്തെ സീൻ വൈസ് എല്ലാവർക്കും അതെ അത്രയും ഇത്